ഇപ്പൊ ഒരാളെ പോയി എടാ മേനോനെ എന്ന് വിളിച്ചാൽ അവർ ഒഫൻഡഡ് ആവും. മേനോനോ മേനോനോ ആരുടെ എന്നെ മേനോൻ എന്ന് വിളിച്ചാൽ മൈരൻ എന്നാണ്, എന്നാ കുഴപ്പമില്ല. ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. എത്ര പേര് ട്രിവാൻഡ്രത്തിൽ നിന്നുണ്ട്? ഗിവ് മി എ ചിയർ. ഐ തിങ്ക് ട്രിവാൻഡ്രത്തിന്റെ ബ്രാൻഡിങ് ഭയങ്കര മോശമാണെന്നുള്ള. ഐ തിങ്ക് വി ആർ തെക്കൻ ഫോർ ഗ്രാൻഡഡ്. ഞാൻ പനമ്പള്ളിയിൽ മാത്രം 15 പേർക്ക് ഇരുത്തിയ തമാശ. ട്രിവാൻഡ്രത്തിന്റെ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തൊരു ചോദ്യം ചോദിക്കാം. ഇത് ഞാൻ റീസെന്റ് കേട്ടതാണ്. ഒരു പഴഞ്ചൊല്ലുണ്ട്, തെക്കനെയും മൂർഖനെയും കണ്ടാൽ തെക്കനെ തല്ലും, കണ്ട തെക്കനെ അടിക്കണം എന്നൊക്കെ, കണ്ടോ? പല ലെവൽ റിസ്റ്റ് ആണ്. കാരണം കേരളത്തിൽ എവിടെ ഒരു മൂർഖനെ കണ്ട ആരെയാണ് വിളിക്കുന്നത്? വാവ സുരേഷ് എവിടെ? തെക്കനാണ്. എനിക്ക് തോന്നുന്നു വാവ സുരേഷ് പോയി മൂർഖൻ്റെ അടുത്ത് പോയി പറയുന്നത് അതാണ്, ഞാൻ ശ്രീകാര്യത്തിൽ നിന്നാണ്, ഞാൻ സുരേഷാണ്. പക്ഷേ ആസ് സമ്മൺ ഫ്രം ട്രിവാൻഡ്രം ഞാൻ ഇത് കേൾക്കുമ്പോൾ ഒഫൻഡഡ് അല്ല, ഞാൻ ടോട്ടലി അഗ്രി ചെയ്യുന്നു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ തേപ്പ് എന്നുള്ള വാക്ക് തന്നെ ഒരു വാക്കല്ല, ഒരു ആക്രോണിമാണ്. തെക്കൻ്റെ തേയും പണിതരൻ്റെ പായും കൂടെ ചേർന്ന് തേപ്പ് എന്നുള്ള ഒരു വാക്കുണ്ടായിരുന്നു. ഇത് കൊച്ചിലെ തൊട്ട് ഞാൻ കേൾക്കുന്ന ഒരു കാര്യം. ഇപ്പം ഉദാഹരണത്തിന് എൻ്റെ അച്ഛന് 2 വീടുണ്ട്. ഒരു വലിയ വീടുണ്ട്, ഒരു ചെറിയ വീട്. ചിന്ന വീട് മൂകാംബികയിലാണ്. അച്ഛനൊരു വലിയ വീടുണ്ട്, ചെറിയ വീടുണ്ട്. അപ്പം ഞാനിങ്ങനെ 30 വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിക്കാതെ ജോലിയില്ലാതെ വീട്ടിൽ നിൽക്കുമ്പം അതിൻ്റെ പ്രഷർ മൂലം ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛാ എനിക്ക് ചെറിയ വീട് റെൻറ്റിന് തരുമോ എന്നുള്ള. തിരുവനന്തപുരംകാരെ അച്ഛൻ തിരുവനന്തപുരത്തുള്ള വീട് തിരുവനന്തപുരത്തുള്ള എനിക്ക് റെൻറ്റിന് തരൂല. മനസ്സിലായില്ലേ? കാരണം അച്ഛൻ പറയുന്നത് തിരുവനന്തപുരംകാരെ വിശ്വസിക്കാൻ കൊള്ളൂല, സ്വന്തം മോനായാലും. എനിക്ക് ആക്ച്വലി ഒരു തിരുവനന്തപുരംകാരനാണെന്നേം കാട്ടി കൂടുതൽ ഇത്രയും നാണം കെട്ട ഒരു സാധനമില്ല, നായറാണ്. ഒരു നായർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഒരു അപ്പർ കാസ്റ്റ് കമ്മ്യൂണിറ്റി വരുന്നു എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് ഗിൽറ്റ് ഉണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റ് വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് വെറുതെ ഗിൽറ്റ് അടിക്കൂ, ഞാനൊരു അപ്പർ കാസ്റ്റ് ഫാമിലി എന്നാണ്. അതെ, പക്ഷേ ഇത് നമ്മുടെ ജനറേഷനിൽ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. കാരണം ഇപ്പം ഏറ്റവും കൂടുതൽ ജാതിയുടെതിരെ സംസാരിക്കുന്നതിന് അപ്പർ കാസ്റ്റ് ആൾക്കാരാണ്. പണ്ടൊക്കെ ഏറ്റവും വലിയ കാസ്റ്റ് റിഫോമർ സഹോദരൻ അയ്യപ്പനാണെങ്കിൽ ഇപ്പോൾ സഹോദരി സംയുക്തയാണ്. ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു സ്ട്രാറ്റജി ഇതാണ്, നമ്മുടെ പേരിൻ്റെ അവസാനം ഒരു വാലുണ്ടെങ്കിൽ നമ്മൾ തട്ടിക്കളയും, അല്ലേ? മേനോൻ എന്നൊക്കെ. ഇപ്പോൾ ഒരാളെ പോയി എടാ മേനോനെ എന്ന് വിളിച്ചാൽ അവർ ഒഫൻഡഡ് ആവും. മേനോനോ ആരുടെ എന്നെ മേനോൻ എന്ന് വിളിച്ചാൽ മൈരൻ എന്നാണ്, എന്നാ കുഴപ്പമില്ല. എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ കസിൻസ് ഒക്കെ ഉണ്ട്. അവരിങ്ങനെ ഇതാണ്, അവരിപ്പോൾ അവരുടെ അവസാനത്തെ പേര് പിള്ള എന്നാണെങ്കിൽ അവർ മാറ്റും, പിള്ളയെന്നാക്കും. മേനോൻ എന്നാണെങ്കിൽ അവർ മാറ്റിയിട്ട് മേനൻ. ഞാനതല്ല എന്നുള്ളൊരു സാധനമാണ്. പക്ഷെ ഇതൊക്കെ ഇവർ പറയുമ്പോഴും 200 വർഷം മുമ്പേ ഇവർക്ക് പൈതൃകമായി കിട്ടിയ തറവാടിൻ്റെ വരാന്തയുടെ ചാരുകസേരയിൽ ഇരുന്നിട്ടാണ് ഇവർ പറയുന്നത് കാസ്റ്റ് സിസ്റ്റം ഇസ് സോ അൺഫെയർ. ഇതേ ചാരുകസേരയിൽ ഇവൻ്റെ അപ്പൂപ്പൻ പറഞ്ഞുകൊണ്ടിരുന്ന മോളൂസെ മുല കാണിച്ചൊരു ഒരു കരമടയ്ക്കാണ്. പലരുടെ ഒരു ട്രെൻഡാണ്, അവർ ഈ ഭൂസ്വത്ത് പൈതൃക സ്വത്ത് കൊണ്ടുപോയിട്ട് ലോൺ വയ്ക്കും. എന്നിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി പോയി പൊളിറ്റിക്കൽ സയൻസിൽ ബാച്ചിലേഴ്സ് എടുത്തിട്ട് വന്നിട്ട് പറയും ബി.ആർ. അംബേദ്കറിന്റെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് വായിക്കണം, എന്തൊരു അയ്യോപണി ബുക്കാണ്. ആ മേടിച്ചെടുത്ത് 2 ചായ എടുക്കാൻ പറയും, ഈ കാസ്റ്റ് സിസ്റ്റത്തെ പറ്റി ഒപ്പീനിയൻസ് ഫോം ചെയ്യാനുള്ളതാണ്. എന്നിട്ട് ഇവർ US പോയിട്ട് വല്ല യൂണിവേഴ്സിറ്റി ഓഫ് കൊളംബിയ പോയിട്ട് കാസ്റ്റ് സിസ്റ്റത്തെ പറ്റി PhD എടുക്കും, എന്നിട്ട് തിരിച്ചു വരൂല. ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട് പുറത്തു പോകുമ്പോഴാണ് ആൾക്കാർക്ക് കൂടുതൽ ഈ ജാതി സ്പിരിറ്റും നമ്മുടെ ഈ ഒരു നാഷണലിസം സാധനം കയറി വരുന്നത്. കാരണം എൻ്റെ ഒരു കുഞ്ഞമ്മയുണ്ട്. കുഞ്ഞമ്മ ആക്ച്വലി 90s എൻഡിൽ US പോയതാണ്. ആക്ച്വലി ഞാൻ വളരുമ്പോൾ ഈ കുഞ്ഞമ്മയായിരുന്നു എൻ്റെ വളരെ വലിയൊരു റോൾ മോഡലായിരുന്നു. പക്ഷേ കുഞ്ഞമ്മ ഇപ്പോൾ ഒരു അഡിക്റ്റ് ആണ്. ജനം TV. കുഞ്ഞമ്മ ഇപ്പോൾ ഒരു എത്തീസ് സംഖ്യയാണ്, അതായത് ജാതിയിലോ മതത്തിലോ വിശ്വാസമില്ല, പക്ഷെ മുസ്ലിങ്ങളെ കണ്ണെടുത്താക്കുന്നുണ്ട്. കുഞ്ഞമ്മ എനിക്കാണെങ്കിൽ ആക്ച്വലി കുറേ ആർട്ടിക്കിൾ അയച്ചു തരാറുണ്ട്, ഇതേപോലെ ജനം TV ഏതൊക്കെയോ എൻ്റെ ആർട്ടിക്കിൾ അയച്ചു തരാം. പക്ഷേ ഈ കുഞ്ഞമ്മ അയച്ചിരുന്ന ന്യൂസൊക്കെ കാണുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 80% ന്യൂസ് ഒന്നെങ്കിൽ എവിടെയെങ്കിലും അമ്പലം കെട്ടി അല്ലെങ്കിൽ പ്രതിമ ഉണ്ടാക്കി എന്നുള്ളതാണ്. അല്ല, എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് പുതിയ സ്ട്രാറ്റജി കൊള്ളാം. ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല, പ്രാർത്ഥിച്ചോ, മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചോ. ഇപ്പം തന്നെ നമുക്ക് പോയി പറയണോ ക്യാൻസർ കൂടി, ക്യാൻസർ കേസ്, ക്യാൻസറാണ്, എന്ത് ചെയ്യണം എന്നാൽ അവർ പറയും എന്തിനു പേടിക്കണം, പഴവങ്കാടി പോയി 2 തേങ്ങ അടിക്കുക, കുറച്ച് ചാണകം തേക്കുക, ഗോമൂത്രം കുടിക്കുക. ഗോമൂത്രം കുടിച്ചാൽ ക്യാൻസറോ ഇല്ല, ജീവിക്കാനുള്ള ആഗ്രഹം പോകും. പണ്ടൊക്കെ പാർലമെന്റിൽ ബഡ്ജറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഭജനാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് GDP. കുഞ്ഞമ്മയാണെങ്കിൽ ഇതേപോലെ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഷെയർ ചെയ്ത ന്യൂസാണ്. തൃശ്ശൂരിൽ മോദിജി വന്നപ്പോൾ ഹനുമാൻ്റെ ഒരു 55 അടി സ്റ്റാച്യു ഇനാഗ്രേറ്റ് ചെയ്തു. നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു ഹനുമാൻ്റെ? അതെ. എനിക്ക് തോന്നുന്നു അടുത്ത 1 വർഷത്തിൽ മലയാളത്തിൽ പുതിയ സിനിമ വരും, ഹനുമാൻ സ്റ്റാറിങ് ഉണ്ണി മുകുന്ദൻ.
അതിന്റെ അവസാനത്തെ ട്വിസ്റ്റും അതായിരിക്കും, ഹനുമാൻ നായരാണെന്നുള്ളത്. ഡയറക്റ്റഡ് ബൈ പ്രിയദർശൻ. എൻ്റെ കുഞ്ഞമ്മ ആക്ച്വലി 90s എൻഡിൽ US പോയതാണ്. ഒരു 2 വർഷം മുമ്പാണ് ഇവർ ഗൂഗിളിലെ VP ആയത്. അപ്പോൾ ആക്ച്വലി ആണെങ്കിൽ ഞാൻ എൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ കയറി അവർ കൺഗ്രാറ്റ്സ് അയച്ചപ്പം ആക്ച്വലി ഞാൻ മാത്രമേ കൺഗ്രാറ്റുലേഷൻസ് അയച്ചുള്ളൂ. പക്ഷേ 2 മാസം മുമ്പേ ഞാൻ ഗ്രൂപ്പ് എടുത്ത് നോക്കിയപ്പോൾ കൺഗ്രാറ്റ്സ് എൻ്റെ കുഞ്ഞമ്മയ്ക്ക് കുറേ കൺഗ്രാറ്റ്സ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അവരവിടെ US NSS കാലിഫോർണിയ കരയോഗത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നുള്ളത്.